രാഷ്ട്രീയത്തിൽ നമുക്ക് വരികൾ മാത്രമല്ല, വരികൾക്കിടയിലും വായിക്കാം, വരികൾക്കപ്പുറവും വായിക്കാം. വരികൾക്കിടയിൽ ചിലത് വായിച്ചെടുക്കും. വരികൾക്കപ്പുറം വായിക്കണമെന്ന് പറയും, വരികൾക്കിടയിലും ഉണ്ട് വായിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ കേരള കോൺഗ്രസിൽ ചില നേതാക്കൾ, കോൺഗ്രസിലെ പൊതുവെ കോൺഗ്രസിലെ ചില നേതാക്കന്മാർ ചില വരികൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വരികൾക്കിടയിൽ എന്തോ ഒളിച്ചു വെച്ചിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ട്. അതിൽ ചേട്ടന് അതിന് എന്തോ പറയാനുള്ളതായിട്ട് വിജയ് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം തരൂരിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് തരൂരിനെ പറ്റിയാണല്ലോ ഇവർ ഓപ്പൺ ആയിട്ടൊന്നും പറയാത്തത്. അപ്പൊ വരികൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കാനുള്ളത് തരൂരിനെ പറ്റിയാണല്ലോ. തീർച്ചയായിട്ടും. അതായത് വിജയ് ഇതിനകത്ത് വരികൾക്കിടയിൽ വായിച്ചെടുക്കാം എന്നത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച ഫ്രേസ്. കഴിഞ്ഞ ദിവസം ശശി തരൂർ എന്ന നേതാവിന്റെ ഒരു സർവേ റിപ്പോർട്ട് വന്നു, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ കെ മുരളീധരൻ ചിലപ്പോൾ ചില കാര്യങ്ങളങ്ങ് പറയും. അപ്പൊ കെ മുരളീധരൻ ഇന്നലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. വെള്ളം കോരികളും വിറക് കീറിയവരും ഒക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. കുറേ ഞങ്ങളെന്നല്ല, വെള്ളം കോരികളും വിറക് വെട്ടിയവരും ഇവിടെ കോൺഗ്രസ്സിലുണ്ട്. അവരിവിടെ മുഖ്യമന്ത്രി ആവുകയോ അല്ലെങ്കിൽ എന്തൊക്കെ ആവുകയെന്ന് തീരുമാനിക്കും. അപ്പം നമ്മൾ ചോദിക്കും, നമ്മൾ സമൂഹം ചോദിക്കും, കെ മുരളീധരൻ ഇതിൽ വെള്ളം കോരിയോ അല്ലെങ്കിൽ വിറക് വെട്ടിയോ? കെ മുരളീധരൻ ഓപ്പണായിട്ട് അത് പറയുകയാണ്, ഞാൻ വെള്ളം കോരിയവനല്ല, വിറക് വെട്ടിയവനല്ല. അപ്പൊ ഇവിടെ വെള്ളം കോരിയവനും വിറക് വെട്ടിയവനാണ് സ്ഥാനമാനങ്ങളെന്ന് പറയാതെ പറയുകയാണ് കെ മുരളീധരൻ. അതെ, കറക്റ്റായിട്ടാണ് അതിൻ്റെ അർത്ഥം. അതാണ് കാര്യം. ശശി തരൂർ എന്ന നേതാവിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഇവിടെ ഇത്രയും പടയൊരുക്കം നടക്കുന്നു എന്ന് ചോദിച്ചാൽ, ശശി തരൂരിൻ്റെ വ്യക്തിത്വത്തിന് മുന്നിൽ ഈ കോൺഗ്രസ്സിലെ, കേരളത്തിലെ കോൺഗ്രസ് എന്നല്ല ഇന്ത്യയിലെ തന്നെ ഒരൊറ്റ മനുഷ്യരില്ല. രാഹുൽ ഗാന്ധി എന്നല്ല, ഇനി സാക്ഷാൽ ഇനി വേറെ ആരെങ്കിലും പേരോട് നിങ്ങൾ പറഞ്ഞോളൂ, അദ്ദേഹത്തിൻ്റെ ടാലന്റിന് മുന്നിൽ ഒന്നുമല്ല. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല. അല്ല, ഇത് പറയാൻ കെ മുരളീധരൻ എന്താണ് യോഗ്യത? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശശി തരൂര് എന്ന നേതാവിലാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. ശശി തരൂരിനെ ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ വിജയ് ചോദിക്കുന്ന അദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണ്? അതെ, കെ മുരളീധരൻ ഇത് പറയാൻ കാരണം കെ മുരളീധരൻ വെള്ളവും കോരിയിട്ടില്ല, വിറകും വെട്ടിയിട്ടില്ല. അദ്ദേഹം ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഒരാളാണ്. ഇവിടെ വെള്ളം കോരികളും വിറക് വെട്ടികളുമായിട്ടുള്ളവരാണ് ഇവിടുത്തെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതെന്ന് അവസാനത്തെ രാഹുൽ മാങ്കൂട്ടം വരെ നമുക്ക് പറയാൻ പറ്റും, അല്ലേ? അതെ. അപ്പൊ അങ്ങനെയുള്ളവരിവിടെ ഉണ്ട്. അതിനിടയിൽ ഇവർക്കൊന്നും സ്ഥാനമില്ല എന്നാണ് ബഹുമാനപ്പെട്ട കെ മുരളീധരൻ പറഞ്ഞു. നമ്മൾ അദ്ദേഹത്തിനെ ഒഴിവാക്കിയല്ല, അദ്ദേഹത്തിനൊന്നും ഇവിടെ ഒരു വിലയില്ലെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. അദ്ദേഹത്തിനൊന്നും ഒരു വിലയില്ല. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. തരൂർ ഇവിടെ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ AICC പ്രസിഡന്റായി മത്സരിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് വോട്ട് കിട്ടിയിരുന്നു. കോഴിക്കോട് MK രാഘവൻ തുടങ്ങി ശബരിനാഥൻ വരെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് വോട്ട് ചെയ്ത്? ശബരിനാഥൻ ഒരു പൊട്ടനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ശബരിനാഥൻ ടാറ്റ പോലത്തെ ഒരു കമ്പനിയിൽ അവിടെ ഏറ്റവും ഉയർന്ന പോസ്റ്റ് ചെയ്യുന്ന ഒരു പയ്യനാണിത്. ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് ആ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചിരിക്കുന്ന ഈ ദിവ്യ സൈര് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അപ്പൊ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. അന്ന് ശബരിനാഥൻ, MK രാഘവൻ തുടങ്ങിയവരൊക്കെ തരൂരിന് വോട്ട് ചെയ്തു. അന്ന് മുതൽ തരൂര് കോൺഗ്രസ് കുടുംബത്തിന്റെ കണ്ണിലക്കരടാണ്. അപ്പൊ ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞു വെള്ളം കോരിയവർ, വിറക് വെട്ടിയവർ. ഞാൻ നിങ്ങൾക്ക് എണ്ണമിട്ട് പറഞ്ഞു തരാം ആരൊക്കെ വെള്ളം കോരി, ആരൊക്കെ വിറക് വെട്ടി, ആരൊക്കെ ഇവിടെ മന്ത്രിയായി, അല്ലെ? പറഞ്ഞു തരണോ ഓരോരുത്തരുടെ പേരായിട്ട്? പറഞ്ഞാൽ അവർക്ക് നാറ്റ കേസാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ രാഹുൽ മാങ്കൂട്ടം വരെ ഉള്ളവരെന്ന് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാ. കാര്യം ഇതാണ് കോൺഗ്രസ് പാരമ്പര്യം. പെട്ടുതൂക്കി. ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ. അപ്പോൾ കൊടുക്കുന്നിൽ സുരേഷ്, നമ്മൾ ചോദിക്കുന്നു അദ്ദേഹം മാവേലിക്കരയിൽ നിന്ന് എത്രയോ തവണ ജയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കൊടുക്കുന്നിൽ സുരേഷ് എന്ന നേതാവ് എന്ത് ഇതിലേക്ക് മെറിറ്റിലേക്കാണ് അദ്ദേഹം ഒരു പിന്നോക്ക സമുദായക്കാരൻ എന്ന പേരിലാണ്, അല്ലെ? വേറെ നമ്മൾ അദ്ദേഹത്തെ വ്യക്തിഹത്യൊന്നും ചെയ്യുന്നൊന്നുമല്ല. അദ്ദേഹത്തെ പോലെ തന്നെ ഇവിടെ എത്രയോ പേര് അങ്ങനെ വന്നിട്ടുണ്ട്. അതായത് കെ കരുണാകരൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇടം കിട്ടാനായി ഇന്നിവിടെ KV തോമസ്, തിരുതത്തോമ എന്ന് പറയുന്നത് അദ്ദേഹം എങ്ങനെയാണ് മനസ്സിലേക്ക് ഇടം കിട്ടിയത്? ചില സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ മനസ്സിൽ ഇടം കിട്ടുന്നത് എങ്ങനെയെന്നറിയോ? വയറ് വഴിയാണ് മനസ്സിൽ കയറുന്നത്. എങ്ങനെ? വീട്ടിലെ പാചകം ചെയ്യും, നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മതി. എടി അവ ആഹാരമൊന്നും കഴിക്കണില്ല എടി എന്ന് അമ്മ ചോദിക്കും മോളടുത്ത്. അപ്പം മോള് പറയും, ഓ അങ്ങേരിക്ക് എൻ്റെ ഭക്ഷണമൊന്നും പിടിക്കണില്ല, നിനക്ക് ഞാൻ ടിപ്സൊക്കെ പറഞ്ഞുതരാം വാ എന്ന് പറഞ്ഞിട്ട് മോക്ക് അമ്മ പറഞ്ഞു കൊടുക്കും ടിപ്സ്. അങ്ങനെ നല്ല അടിപൊളി മീൻകറിയൊക്കെ വെച്ച് കൊടുത്താൽ സ്നേഹമില്ലാത്ത എത്ര ഭർത്താക്കന്മാരും ഭാര്യമാരെ സ്നേഹിക്കും. കൈപ്പുണ്യം ചെന്ന് ഉരുട്ടി വിഴുങ്ങാമല്ലോ. അങ്ങനെ തിരുതത്തോമ അടിപൊളി മീൻകറിയൊക്കെ വെച്ച് കരുണാകരനെ അങ്ങ് വരുതിയിലാക്കിയിട്ടുണ്ടായി. കരുണാകരനെ അങ്ങനെ വരുതിയിലാക്കി സീറ്റ് നേടിയ എത്രയോ മഹാന്മാർ. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു VS ശിവകുമാർ എങ്ങനെയാ? VS ശിവകുമാർ എന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് തിരുവനന്തപുരത്ത് ബ്ലേഡ് വലിച്ചേരെ പൈസ പിരിവിന് വന്നുകൊണ്ടിരുന്ന ആളാണ്. ഒരു വെളുത്ത സുന്ദരനായ ഒരു കൊലുന്ന പയ്യൻ, കാണാൻ അടിപൊളി ഗ്ലാമർ.
ഇത് ആരി പയ്യൻ വെള്ളിക്കതിര് തുമ്പപ്പൂവൽ ഇരിക്കണം എന്നാണ് തിരുവനന്തപുരത്തെ ആളുകൾ ചോദിച്ചാൽ. ചില സ്ത്രീകളൊക്കെ, ചില അമ്മച്ചിമാർ 50 വയസ്സൊക്കെ കഴിഞ്ഞ് അമ്മച്ചിമാർ 60 വയസ്സ് കൊള്ളാല്ലേ, നല്ല ചെറുക്കല്ലേ, ഇതാണ് അന്ന് പറഞ്ഞത്. അങ്ങനെ നിരവധി പേർ ഈ കേരളത്തിൽ കോൺഗ്രസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നവരെല്ലാം തന്നെ പിന്നീട് പിൽക്കാലത്ത് പെട്ടി തൂക്കി, പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോഴും പറഞ്ഞു, പെട്ടി തൂക്കി മുതലാളിയുടെ നേതാവിന്റെ ശ്രദ്ധ കിട്ടാനായി ഇടിച്ച് ഫോട്ടോയുടെ ഇടയിൽ കയറി. അങ്ങനെ എത്ര പേരുണ്ടെന്നറിയോ? അങ്ങനെയുള്ളവരെല്ലാം ഇടയിൽ പെടാതെ ഒന്നുമാകാതെ പോയവരുണ്ട്. അനിൽകുമാർ, ചെമ്പഴന്തി അനിൽ അറിയാമോ? കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അനിൽ എത്രയോ അടി കിട്ടിയിട്ടുണ്ട് ചെമ്പഴന്തി അനിലിന്. ചെമ്പഴന്തി അനിൽ ഒരു കൗൺസിലർ ആയെന്ന് അറിയാമോ? ആയിട്ടില്ല, ഇതുവരെ ആയിട്ടില്ല. അതാണ് കോൺഗ്രസ്. അപ്പോൾ കെ മുരളീധരൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. വെള്ളം കോരികളും വിറക് വെട്ടികളുമായിട്ടൊക്കെയുള്ള ഞങ്ങളിവിടെ കുറേ പേര്, ഞങ്ങളെന്നല്ല കുറേ ആൾക്കാർ ഇവിടെയുണ്ട്. അവർ ഇവിടെ MLA ആവും, മന്ത്രിയാവും, ചിലപ്പോൾ മുഖ്യമന്ത്രിയാവും. അല്ലേ? നമ്മൾ ഈ ഒരു സ്ഥലത്തെ പ്രധാന പയ്യൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, ജഗദീഷ്. അതിൽ കണ്ടിട്ടുണ്ടോ? അതിൽ കരുണാകരന്റെ വീട്ടിൽ ഒരു ബഷീർ എന്നും പറഞ്ഞ്, കരുണാകരന്റെ കഥാപാത്രം മറ്റേ അതിന് അവതരിപ്പിക്കുന്ന ജനാർദ്ദനാണ്. പണ്ട് ഇവിടെ പിച്ച ബഷീർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പിച്ച ബഷീർ എന്ന് പറഞ്ഞാൽ കരുണാകരന്റെ വീട്ടിലൊരു വേലക്കാരനെ പോലെയായിരുന്നു. കരുണാകരന്റെ ചെറുകുട്ടികൾ, മുരളീധരന്റെ മോനെയൊക്കെ ആന കളിപ്പിക്കുമായിരുന്നു. കോടിക്കണക്കിന് ആസ്തിയുള്ള ആളാണ്. അപ്പോൾ ഈ വലിയ കാശുള്ള ആൾക്കാരെ തൊത്തി നടക്കാൻ കുറേ ആൾക്കാർ കാണും. അവരുടെ നോമിനികളെ ആരെങ്കിലുമൊക്കെ ഈ രാഷ്ട്രീയം പഠിക്കാൻ കൊണ്ടാക്കും. അതറിയാമോ? ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടാക്കണ പോലെ, സാറേ ഇത് എൻ്റെ മോനാണ്, ഇവനെ ഒന്ന് രാഷ്ട്രീയം പഠിക്കണം. ഓ അതെന്താ വിട്ടോ, അങ്ങനെയുള്ളവരിവിടെ ഉണ്ട്. അത് ഈ കോൺഗ്രസ്സിലുണ്ട്. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, എൻ്റെ 21 വയസ്സിൽ 22 വയസ്സിലൊക്കെ അങ്ങനെ കയ്യിൽ കാശും വെച്ചും കൊണ്ട് രാഷ്ട്രീയം പഠിക്കാൻ പോയ ആൾക്കാരുണ്ട് ഞങ്ങളെ നാട്ടിൽ. എവിടെ പോകണമെന്നാ? ഞാൻ വെറുതെ ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ വരാം. നോക്കുമ്പോൾ എന്തുവാ, യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ രാഷ്ട്രീയം പഠിക്കാൻ പോണേ. ഈ കടകംപള്ളി സുരേന്ദ്രൻ, അതറിയോ? കടകംപള്ളി സുരേന്ദ്രൻ വീട്ടിൽ കാശുള്ള ആളാണ്. അദ്ദേഹം PG കഴിഞ്ഞ ശേഷം ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു. പിന്നീട് വീട്ടുകാർ മകനെ അങ്ങ് രാഷ്ട്രീയത്തിലേക്ക് ഒഴിഞ്ഞു വിടുകയായിരുന്നു. അത് CPM-ലെ നേതാവ്. ഞാൻ കോൺഗ്രസിലൊക്കെ കടകംപള്ളി അങ്ങനെയാണ് നേതാവാകുന്നത്. അപ്പോൾ കോൺഗ്രസിൽ അങ്ങനെയാണ്. കോൺഗ്രസിൽ അങ്ങനെയുള്ളവർക്കേ കാലമുള്ളൂ. ഞാൻ ഒരു കൊടിക്കുന്നിലിനെ പറഞ്ഞുള്ളൂ, വേറെ നിരവധി പേരുകാരുണ്ട് ഇവിടെ. കൊടിക്കുന്നിൽ മാത്രമല്ല, കൊടിക്കുന്നിൽ ഇനി മാവേലിക്കര കൊടിക്കുന്നിൽ ജയിക്കണ ഇതറിയാവോ? അവിടെ ഒരു ഡമ്മി CPI സ്ഥാനാർത്ഥി ഇടും. ഇപ്രാവശ്യം അരുൺകുമാറാണ് മത്സരിച്ചത്. ആ പയ്യൻ ജയിക്കുമെന്ന് വിചാരിച്ചു, എന്നിട്ടും ജയിച്ചല്ലോ, കൊടിക്കുന്നിൽ ജയിച്ചല്ലോ. ഇനി എന്താ ആഗ്രഹം ബാക്കി? MM ഹസൻ AK ആന്റണിയുടെ ആളാണ്. MM ഹസന് വയസ്സ് 65. ഇപ്പോഴും അദ്ദേഹത്തിന് ഇപ്പോഴും ഉള്ളിൻ്റെ ആഗ്രഹമുണ്ട് കായംകുളത്ത് മത്സരിച്ച് ഒരു മന്ത്രിയാവണമെന്ന്. ദൈവമേ, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് MM ഹസനെ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. എൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഏത് രാഷ്ട്രീയക്കാരനാണ്. എൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ചലനങ്ങളിൽ അദ്ദേഹം മനസ്സിലാക്കി. എന്നോട് ആവശ്യമില്ലാതെ തർക്കിച്ചു. ഞാൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ മനസ്സിൽ കരുതി, ദൈവമേ ഈ അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമല്ലോ, ഞാൻ മിണ്ടാതെ ഇറങ്ങി എൻ്റെ സ്ഥാപനത്തിൽ പറഞ്ഞു. ഇപ്പോഴും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് MM ഹസനെ. അതാണ് ഈ കോൺഗ്രസിന്റെ ശാപം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, രാജ്മോഹൻ ഉണ്ണിത്താനും ഒരു തിരുവനന്തപുരത്ത് ശരത്ചന്ദ്ര പ്രസാദ് ഉണ്ട്, അറിയാവോ? ശരത്ചന്ദ്ര പ്രസാദ് അറിയാവോ? ശരത്ചന്ദ്ര പ്രസാദ് KSU നേതാവ്. ഈ ശരത്ചന്ദ്ര പ്രസാദ് ഒരു പോളിയോ ചെറുതായിട്ട് ബാധിച്ച ഒരാളാണ്. അദ്ദേഹം പാവം SFI-ക്കാരിൽ നിന്ന് അടിവേഷ വാങ്ങിച്ച ആളാണ്. ഈ ഗവൺമെന്റ് ചാക്ക IT കിടത്തുന്ന അദ്ദേഹത്തിന്റെ വീട് അടിച്ച് റൊട്ടിയാക്കിയിട്ടുണ്ട്. ഈ ഭ്രഷ്ടഭാഗത്ത് കത്തി കൊണ്ട് കുത്തിയിട്ടുണ്ട് അങ്ങനെ. എന്നിട്ട് അങ്ങേർക്ക് എന്ത് പറ്റി? അങ്ങേര് ഇപ്പോഴും കോൺഗ്രസിലുണ്ട്. അങ്ങേര് ഒരു തവണ എന്തോ MLA ആയി. അപ്പം നമുക്ക് ഈ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിനകത്ത് മുണ്ട് വലിച്ചുരിഞ്ഞ രംഗം ഓർമ്മയുണ്ടോ? രാജ്മോഹൻ ഉണ്ണിത്താൻ ഓർമ്മയുണ്ടല്ലോ. അതാണ് കോൺഗ്രസ്. അതെന്തിനാണ്? മുരളീധരന്റെ ഗുണ്ടകൾ തന്നെ മുണ്ട് വലിച്ചു കീറി. അന്ന് സിന്ധു സൂര്യകുമാർക്ക് ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. ഈ പ്ലാനറ്റോറിയത്തിനകത്ത് മുണ്ട് വലിച്ചു കീറുന്ന ആ സമയത്തൊക്കെ ഞങ്ങൾ ഇന്ത്യ വിഷനിലൊക്കെ, ഞാൻ അന്ന് ഇന്ത്യ വിഷനിലുള്ള സമയം. അപ്പോൾ ഞങ്ങൾ ഈ റിപ്പോർട്ടിംഗ് ചെയ്യുമ്പോൾ സിന്ധു ഇങ്ങനെ പെട്ടെന്ന് ചെല്ലും. അപ്പോൾ സിന്ധുവിൻ്റെ അടുത്ത് പിന്നെ വിളിച്ച് പറയുന്നുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ. അന്ന് ഇന്ത്യ വിഷൻ ഉണ്ടോ? ഞാൻ ഏതോ പ്രസ്ഥാനത്തിലുണ്ട് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. കേരളോമതിയാണോ എനിക്ക് ഓർമ്മയില്ല. ഏതായാലും സിന്ധു വരല്ലേ, ഞാനിവിടെ തുണിയില്ലാതിരിക്കുകയാണ്, രാജ്മോഹൻ ഉണ്ണിത്താൻ വിളിച്ച് പറയുക. ഇത് ആർക്കേഡിലുണ്ട് ഇപ്പോഴും ഏഷ്യാനെറ്റിൽ. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത്, ഒന്നുകിൽ ആശ്രിത വത്സലന്മാരായിരിക്കണം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയട്ടെ, വിഷ്ണുനാഥ് ഉമ്മൻചാണ്ടി സാർ കണ്ടെത്തിയ ആളാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. ഇപ്പോൾ അവസാനത്തെ രാഹുൽ മാങ്കൂട്ടം വരെ അങ്ങനെ വന്നവരാണ്. നേതാവ് ശ്രദ്ധിക്കാനായി എത്രമാത്രം ഇടിച്ചു നിൽക്കുന്നറിയോ പലരും. നല്ലതാണ്, പക്ഷെ അവർക്കൊക്കെ ഇന്ന് കാലമാണ്. പാദസേവകർ, പെട്ടിതൂക്കികൾ, പിന്നെ ഓംബ്രാൻ വിളിച്ച് നിൽക്കുന്നവർ. അതാണ് ഇദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് അത് പറയാനുള്ള വോയിസ് ഉണ്ട്. കാര്യം അദ്ദേഹം മഹത്തായ ഒരു പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ വളർത്തിയ രമേശ് ചെന്നിത്തല, രാജ്മോഹൻ ഉണ്ണിത്താൻ, മരിച്ചുപോയ MA ഷാനവാസ്, ജി കാർത്തികേയൻ തുടങ്ങിയവരൊക്കെയാണ് അദ്ദേഹത്തിന് ഈ മൂലക്കിരുത്തിയത്. അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഈ പറയുന്ന ശശി തരൂരിനെ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല.
കാര്യം നിങ്ങൾക്കൊരു ഇപ്പം വിജയുടേതായ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ ആ ടാലന്റ് ഇരിക്കുന്നിടത്ത് മറ്റുള്ളവരെക്കാൾ കൂടുതലാണെങ്കിൽ അവർ നിങ്ങളെ ഇരുത്തില്ല. അത് ഉറപ്പാണ്. നിങ്ങളുടെ എക്സ്പോഷർ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവർ നിങ്ങളെ തുരത്താനായി സർവ്വ പണിയെടുക്കും. മറ്റൊരിടത്തിൽ തുരത്താനുള്ള കഴിവ് തുരത്താനെന്ന് പറഞ്ഞാൽ ശശി തരൂരി കാണിക്കുന്ന ട്രിക്ക്. അതെ, ഞാൻ പറഞ്ഞു വരുന്നതാണ്. ഈ ഈ ഉള്ള ടാലന്റിനപ്പുറം തുരത്താനുള്ള കഴിവും കുതികാല് വെട്ടാനുള്ള കഴിവും കൂടെ വേണം. അദ്ദേഹത്തിന് അതില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. രാഷ്ട്രീയക്കാരനാണെങ്കിൽ നിഴലിനെ പോലും വിശ്വസിക്കില്ല. സ്വന്തം നിഴലിനെ പോലും അദ്ദേഹം, ഈ രാഷ്ട്രീയക്കാർക്ക് സ്വന്തം നിഴലിനെ പോലും വിശ്വാസമില്ല. അപ്പൊ അദ്ദേഹത്തിന് അത് ഇല്ല. ഇദ്ദേഹം പക്ഷെ ഇവർക്ക് ബുദ്ധിയുണ്ട് അദ്ദേഹത്തിന്. എത്ര പുസ്തകം എഴുതിയ ആളെന്നറിയോ? അദ്ദേഹം ഇപ്പൊ ചെയ്യാൻ പോണെന്നറിയോ? അദ്ദേഹത്തിനെ പുറത്താക്കണം. കോൺഗ്രസ് അദ്ദേഹത്തിനെ പുറത്താക്കും. അപ്പൊ അദ്ദേഹത്തിന് പറയാമല്ലോ, എന്നെ പുറത്താക്കി, അപ്പം 2 കൈയും നീട്ടി BJP സ്വീകരിക്കും. നമ്മളത് കഴിഞ്ഞ സംസാരിച്ചു. അപ്പൊ ഇതിൽ ഇത്രേ കൂട്ടിച്ചേർത്ത് എഴുതാനുള്ളൂ. പെട്ടുതൂക്കികളും വിറക് വെട്ടുന്നവരും കോൺഗ്രസിൽ ഉണ്ട്, അവരെല്ലാം ആയിക്കോളുമെന്ന് മുരളീധരൻ പറയുമ്പോൾ അത് മറ്റൊരു ആഭ്യന്തര കലാപത്തിൽ കോൺഗ്രസിൽ വഴിയൊരുക്കും. കോൺഗ്രസിനകത്ത് മറ്റൊരു ആഭ്യന്തര കലാപത്തിന് വഴി ഒരുക്കും. അത് 2 ദിവസത്തിനകത്ത് ഇതിന്റെ ചർച്ചകൾ തുടർന്നുണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതിന് തിരി നമ്മൾ കൊളുത്തുന്നു.